തിരുവനന്തപുരം നഗരസഭയിലെ വാഴോട്ടോണം വാർഡ് കൌൺസിലർ ഇപ്പോൾ കാപ്പ കേസിൽ ഉൾപ്പെടുത്തി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മേയറും ബിജെപിയുടെ സിറ്റി ജില്ലാ അധ്യക്ഷനും മുൻ എംഎൽഎയുടെ പേര് പറഞ്ഞിട്ട് ഒരു പരാമർശം നടത്തുകയുണ്ടായി. യഥാർത്ഥത്തിൽ തിരുവനന്തപുരം നഗരത്തിന്റെ മേയറായിരിക്കുന്ന ഒരാൾ 10ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കാപ്പ കേസിൽ ഉൾപ്പെട്ട ഒരാളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തുന്ന രീതി അത് അദ്ദേഹം പുനഃപരിശോധിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അദ്ദേഹം നഗരത്തിന്റെ മേയറാണ്. അദ്ദേഹത്തിനുള്ള കേസുകളടക്കം പറയുകയാണ്. ഞങ്ങൾക്കൊക്കെ 10ഉം 15ഉം ഒക്കെ കേസുണ്ടല്ലോ, 100 കണക്കിന് കേസുണ്ടല്ലോ എന്ന് പറഞ്ഞ് ന്യായീകരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ സുഗതൻ എന്ന് പറയുന്ന വ്യക്തിക്കുള്ള കേസെന്ന് പറയുന്നത് എന്താ? നിലവിൽ തന്നെ 10ഓളം കേസുകൾ അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. അതിൽ 307 വകുപ്പെടുത്ത കേസുകളുണ്ട്, 308 വകുപ്പെടുത്ത കേസുകളുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതൊന്നും ഒരു പാർട്ടി തർക്കമല്ല, ഗുണ്ടാ പ്രവർത്തനത്തിന്റെ ഭാഗമായി തമ്മിലടിച്ചതിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കേസുകളാണ്. ഇപ്പോ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ച കേസ് തന്നെ വെള്ളൈക്കടവിലെ കടയിൽ മുടുമ്പ് ക്ഷേത്രത്തിലുണ്ടായിട്ടുള്ള ഒരു തർക്കമാണ്. ഇദ്ദേഹത്തിന് വിരോധമുള്ള ഒരു വ്യക്തിയെ തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചു. അങ്ങനെയാണ് 308 നമ്പർ കേസ് വരുന്നത്, വകുപ്പ് കേസ് വരുന്നത്. ആ കേസിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി പോവുകയാണ്. ഹൈക്കോടതി ജാമ്യ ഹർജി തള്ളി. എന്നിട്ട് പറഞ്ഞു 7-ാം തീയതിക്ക് മുമ്പ് പോലീസിന് മുമ്പാകെ സറണ്ടർ ആകണം. പ്രതി ചെയ്തത് എന്താ? പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് സ്വന്തം വീട്ടിൽ വന്ന് താമസിക്കുകയാണ്. അവിടെ പ്രാദേശികമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകർ കൌൺസിലറെ കാണാനില്ല എന്ന് ബോർഡ് വെക്കുമ്പോൾ, പ്രതിഷേധ ബോർഡ് വെക്കുമ്പോൾ ആ പോസ്റ്റിന് താഴെ വന്ന് ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന് വെല്ലുവിളിക്കുകയാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയ കേസിന്റെ ഭാഗമായിട്ടല്ലാതെ പ്രതിയായി നിൽക്കുന്ന ഒരാളെ സംരക്ഷിക്കാൻ തിരുവനന്തപുരം നഗരത്തിന്റെ മേയർ മുന്നോട്ട് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം ലജ്ജാവഹമായിട്ടുള്ള നടപടിയാണ്. അദ്ദേഹം അതിൽ നിന്ന് പിന്മാറാൻ വേണ്ടി തയ്യാറാകണം. അടിയന്തരമായിട്ട് ഈ പറയുന്ന കൌൺസിലർ സ്ഥാനത്ത് നിന്നും നീക്കുന്നതിനാവശ്യമായിട്ടുള്ള ശ്രമങ്ങളിലേക്ക് അദ്ദേഹം പോകേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ തന്നെ 2 കൌൺസിൽ യോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടില്ല. ഇനിയിപ്പോ കാപ്പ കേസിൽ അറസ്റ്റ് ചെയ്തതുകൊണ്ട് കാപ്പ കേസിന്റെ വിശദാംശം കാണണമെന്നാണ് മേയർ ആവശ്യപ്പെടുന്നത്. മേയർ ഒരു വക്കീലാണല്ലോ, അങ്ങനെയാണല്ലോ നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന് കാപ്പ കേസിന്റെ രീതികൾ അറിഞ്ഞൂടെ? കാപ്പ കേസ് ബന്ധപ്പെട്ട പോലീസ് സബ് SHO റിപ്പോർട്ട് തയ്യാറാക്കി പോലീസിന്റെ മേലധികാരികൾ മുഖാന്തരം കളക്ടർക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ കളക്ടറാണ് കാപ്പ കേസിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവിറങ്ങുന്നത്. കഴിഞ്ഞ ദിവസം ഉത്തരവിറങ്ങി. അപ്പോ 308 നമ്പർ കേസിലെ പ്രതി കാപ്പ കേസിൽ ഉൾപ്പെടുത്തിയ ഒരാള്, അയാളെ പിടിക്കാനാണ് പോലീസ് പോകുന്നത്. പോലീസ് അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് എന്താ? അദ്ദേഹത്തിന്റെ ജോലിക്കാരുൾപ്പെടെയുള്ള ആളുകൾ പോലീസിനെ ചെറുക്കുകയാണ്, കുടുംബാംഗങ്ങൾ ചെറുക്കുകയാണ്. സ്വാഭാവികമായിട്ടും പോലീസിന് ബലം പ്രയോഗിച്ച് പിടിച്ചുകൊണ്ട് പോകേണ്ട ഒരു സ്ഥിതി വരികയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരാളെയാണോ തിരുവനന്തപുരം മേയർ ന്യായീകരിക്കേണ്ടത്? അദ്ദേഹത്തോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അദ്ദേഹം മേജറായി മാറണം. ഒരു പക്വതയുള്ള ആളിനെ പോലെ പ്രതികരിക്കാൻ ബഹുമാനപ്പെട്ട തിരുവനന്തപുരം മേയർ തയ്യാറാകണം. അദ്ദേഹം തലസ്ഥാന നഗരത്തിന്റെ മേയർ കൂടിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ക്രിമിനൽ കേസിൽപ്പെട്ട ആളുകളെ സംരക്ഷിക്കലല്ല അദ്ദേഹത്തിന്റെ പണി എന്നുള്ള കാര്യം അദ്ദേഹം മനസ്സിലാക്കണം. തലസ്ഥാന നഗരം പനി കൊണ്ടും മഴക്കാല പ്രശ്നങ്ങൾ കാരണവും വീർപ്പ് മുട്ടുമ്പോൾ മേയർ സ്ഥലത്തില്ല. അപ്പൊ ഈ നഗരം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ അദ്ദേഹം തയ്യാറാകാതെ ഇത്തരത്തിലുള്ള പ്രതികൾക്ക് ന്യായീകരണം ഒരുക്കാനും അവർക്ക് വേണ്ടി സംസാരിക്കാനും വേണ്ടി മുന്നോട്ട് വരുന്നത് അങ്ങേയറ്റം ഖേദകരമായ കാര്യമാണ്. ഇതിൽ മുൻ MLA എന്ന നിലയിൽ എന്നെ വലിച്ചിടേക്കേണ്ട ഒരു കാര്യവുമില്ല. ഞാൻ MLA ആയി മാറുന്നതിന് മുമ്പ് തന്നെ ഈ പറയുന്ന പ്രതി നിരവധി കേസുകളിൽ പ്രതിയായിരുന്നു. ശ്രീ കെ മുരളീധരൻ MLA ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ മൈക്ക് പിടിച്ചു വാങ്ങിയ കേസുണ്ട്. ഞാൻ MLA ആയപ്പോൾ ഒരു ഉദ്ഘാടന ചടങ്ങ് തടസ്സപ്പെടുത്തിയ കേസുണ്ട്. അവിടെ വനിതാ ശിശു വികസന വകുപ്പിന്റെ മന്ദിരമാണ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇദ്ദേഹം BJP പ്രവർത്തകരെ അടക്കം തെറ്റിദ്ധരിപ്പിച്ച് ഇത് നഗരസഭയുടെ സ്കീമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെയും വിളിച്ചുകൊണ്ട് വന്ന് ഉദ്ഘാടനം അലങ്കോലപ്പെടുത്തുകയാണ്. ഞാൻ ചോദിക്കട്ടെ, BJPയിൽ നിന്നും പുറത്താക്കപ്പെട്ട ആളാണ് ശ്രീ സുഗതൻ എന്ന് പറയുന്ന ആള്. എന്തിനാ BJPയുടെ നേതാവായിട്ടുള്ള BV രാജേഷ്, ശ്രീ കരമന ജയനും ഇദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ വേണ്ടി തയ്യാറാകുന്നത്? കഴിഞ്ഞ കോർപ്പറേഷൻ നഗരസഭ ഇലക്ഷൻ സമയത്ത് BV രാജേഷ് വട്ടിയൂർക്കാവിൽ മത്സരിച്ചാൽ പരാജയപ്പെടുത്തും, എനിക്ക് സീറ്റ് നൽകിയില്ലെങ്കിൽ BV രാജേഷിനെ പരാജയപ്പെടുത്തുമെന്ന് വെല്ലുവിളിച്ച ആളാണ് ശ്രീ സുഗതൻ. നിഷേധിക്കാൻ വേണ്ടി കഴിയോ? അപ്പൊ ഇത്തരത്തിലുള്ള ഒരാളിനെ സംരക്ഷിക്കുന്ന തലസ്ഥാന നഗരത്തിന്റെ മേയറും ശ്രീ കരമന ജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ മാപ്പ് പറയാൻ വേണ്ടി തയ്യാറാകണം. പൊതുസമൂഹത്തോട് മാപ്പ് പറഞ്ഞ് ഇയാളെ കൌൺസിലിൽ നിന്നും പുറത്താക്കാനുള്ള നടപടികളെക്കുറിച്ച് ആ പ്രസ്ഥാനം ആലോചിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.